വീട്ടിലെ എല്ലാവർക്കും പുതിയ ഡ്രസ്സ് വാങ്ങി. ആ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. എല്ലാവർക്കും ഉണ്ടായിരുന്നു, പക്ഷെ അമ്മമ്മക്ക് മാത്രം ഒന്നുമില്ല. ഒന്നും പറഞ്ഞില്ല. സങ്കടം ഉള്ളിലൊതുക്കി. പപ്പ, അമ്മമ്മക്ക് ഡ്രസ്സില്ലേ? കുറച്ചു മുമ്പ് എടുത്തതല്ലേ മോനെ, ഇനി പിന്നെ എടുക്കാം. അമ്മാമ്മക്ക് മാത്രം എടുക്കാതിരുന്ന അമ്മാമ്മക്ക് വിഷമം വരൂലേ? സ്വന്തം കുഞ്ചി പൊട്ടിച്ച് ചില്ലറ പൈസ കയ്യിലെടുത്തു. ആ പൈസ കൊണ്ട് അമ്മമ്മയ്ക്ക് ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു. അമ്മമ്മ, ഇത് നിങ്ങൾക്കുള്ളതാണ്. മൂല്യമുള്ളത് പൈസയല്ല, സ്നേഹമുള്ള മനസ്സ് തന്നെയാണ്. Don't forget to like and subscribe. കള്ള്, അതായിരുന്നു അയാളുടെ ജീവിതം. വീട്ടിലെ എല്ലാം വിറ്റ് അയാൾ കള്ളു കുടിച്ചു. വീട്ടിൽ ഭക്ഷണമില്ല, പട്ടിണി മാത്രമായിരുന്നു. പക്ഷെ അതൊന്നും അയാൾക്കൊരു പ്രശ്നമായില്ല. ചേട്ടാ, കുറച്ച് അരി കടമായി തരുമോ? മോനെ, ഇനി കടം തരാൻ പറ്റില്ല. ഒരുപാട് പൈസ ഇപ്പൊ താരനുണ്ട്. ആദ്യം പറ്റു തീർത്തിട്ട് തരാം. തന്തേ മകൻ അരിക്കായി കൈ നീട്ടുന്നത് കണ്ട് അയാൾ ആകെ നിരാശനായി. ഇത് ഞാൻ വരുത്തിയതല്ലേ? അവര് ഭക്ഷണം കഴിക്കേണ്ട പൈസക്കാണ് ഞാൻ കള്ളു കുടിച്ചത്. അന്നേ ദിവസം അയാൾ തീരുമാനിച്ചു, ഇനി കള്ളു കുടിക്കില്ല. എല്ലാവരെയും പോലെ സന്തോഷമായി ജീവിക്കും. ഒരച്ഛന്റെ മാറ്റം ഒരു കുടുംബത്തിന്റെ കണ്ണുനീരിൽ നിന്നാണ് തുടങ്ങുന്നത്. Don't forget to like and subscribe. സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചിരുന്ന വീട് അമ്മ മരിച്ചതിൽ പിന്നെ അച്ഛൻ ബാധ്യതയായി. അച്ഛനെ, ഇത് ശരിയാണോ? വേറെ വഴിയില്ല. വൃദ്ധസദനത്തിലേക്കായതുകൊണ്ടാണോ ആരും ഒന്നും മിണ്ടാത്തത്? അച്ഛന് പോകുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അച്ഛാ, ഞാൻ വൃദ്ധസദനത്തിന്റെ നമ്പർ വാങ്ങിയിട്ടുണ്ട്. എന്തിനാ മോനെ നമ്പർ വാങ്ങിയത്? അച്ഛൻ മുത്തശ്ശനെ കൊണ്ടാക്കിയ പോലെ അച്ഛന് വയസ്സാവുമ്പോ ഞാനും കൊണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ നമ്പർ വാങ്ങിയത്. പണ്ട് അമ്മയേക്കാൾ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് അച്ഛനായിരുന്നു. ഞാൻ ഒരിക്കലും ഈ തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു. നമ്മുടെ അച്ഛനെ നമ്മൾ എങ്ങനെ നോക്കുന്നു, നമ്മുടെ മക്കളും നമ്മളെ അങ്ങനെ തന്നെ നോക്കും. അച്ഛാ, ഞാൻ തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കണം. അച്ഛൻ ഒരു ഭാരമല്ല, ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. Don't forget to like and subscribe. ഞാൻ എന്നും കൊണ്ടുകൊടുക്കുന്ന ഭക്ഷണം മോൻ കഴിക്കുന്നോട്ടോ എന്നറിയില്ല. മുഴുവൻ കഴിക്കണമെന്ന് പറഞ്ഞാൽ കേക്കില്ല. എന്തിനാ എന്നും ഫുഡ് കൊണ്ടുവരുന്നേ? നാളെ കൊണ്ടുവരണ്ട, ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട്. പുറത്തുനിന്നും ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിന് കേടാണെന്നു പറഞ്ഞാ മോൻ മനസ്സിലാവുന്നില്ലല്ലോ. അമ്മേ, ടെൻഷൻ അടിക്കണ്ട. അവിടെ എന്റെ കാര്യങ്ങൾ നോക്കാനൊക്കെ ഒരുപാട് പേരുണ്ട്. വിദേശത്ത് ജോലി കിട്ടി, പുതിയ ഭക്ഷണങ്ങൾ കഴിച്ച് പുതിയ ജീവിതമായി. അമ്മയുടെ ഭക്ഷണം മറന്നു. ദിവസവും ഹോട്ടൽ ഭക്ഷണം കഴിച്ച് മടുത്തു. ഇപ്പൊ അമ്മയുണ്ടാവുന്ന ഭക്ഷണം കഴിക്കാൻ തോന്നും. അമ്മയുണ്ടാവുന്ന ഭക്ഷണത്തെക്കാൾ വലുതായി ഈ ലോകത്തൊന്നും പകരമാവില്ല. അമ്മേ, നിങ്ങളുടെ ഭക്ഷണം എനിക്ക് ഭയങ്കരമായി മിസ് ചെയ്യുന്നു. അന്ന് ഞാൻ അതിന്റെ വില മനസ്സിലാക്കിയില്ല. സാരമില്ല മോനെ,
നാട്ടിൽ വന്നാ എന്നും അമ്മയുടെ ഭക്ഷണം കഴിക്കാമല്ലോ. ചിലതിന്റെ വില നമ്മൾ നഷ്ടപ്പെടുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അമ്മയുടെ ഭക്ഷണം പോലെ, അമ്മയുടെ സ്നേഹം പോലെ. Forget to like and subscribe. എല്ലാ ദിവസവും പോലെ ആ ചെറിയ പെൺകുട്ടി സ്കൂളിലേക്ക് നടന്നു വരുന്നു. ചിരിയും സ്വപ്നങ്ങളും നെഞ്ചിൽ ചേർത്തു. ഫ്രണ്ട്സിന്റെയൊക്കെ കൂടെ അവളും ചിരിക്കുന്നു. പക്ഷേ മനസ്സിൽ ഒരു ചെറിയ ഭാരം ഉണ്ടായിരുന്നു. പഠനം അവൾക്കിഷ്ടമാണ്. ടീച്ചർ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നു. അവളുടെ മുഖത്ത് ഒരു വിഷമം ഉണ്ടായിരുന്നു. ലഞ്ച് ബെൽ അടിച്ചപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ റെഡിയായി. പക്ഷെ അവൾ മാത്രം എഴുന്നേറ്റില്ല. എന്താ നീ വരുന്നില്ലേ? ഫുഡ് കഴിക്കണ്ടേ? എന്തു പറ്റി? എനിക്കിന്ന് ഫുഡ് കൊണ്ടുവരാൻ പറ്റിയില്ല. അച്ഛനിപ്പം പണി കുറവാ. വീട്ടിലൊന്നും ഉണ്ടായില്ല. ആ നിമിഷം അവരുടെ മനസ്സുകൾ അവളെ ചേർത്ത് പിടിച്ചു. ഇതെല്ലാം നമ്മളുടെയാണ്. നമ്മൾ ഒരുമിച്ചാണ് കഴിക്കുന്നത്. ഒരു ചെറിയ ഷെയർ അവളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതീക്ഷയായി. ഫുഡ് ഷെയർ ചെയ്യുന്നത് മാത്രമല്ല, മനസ്സുകളും ഷെയർ ചെയ്യുന്നതാണ് യഥാർത്ഥ സൗഹൃദം. Forget to like and subscribe. മോനെ, ഒരു നിമിഷം. ഭക്ഷണം കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചില മര്യാദകൾ നമ്മൾ ചെറിയ പ്രായത്തിൽ പഠിക്കണം. വീട്ടിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കൈ കഴുകണം. അത് ശുദ്ധി മാത്രമല്ല, മര്യാദയുമാണ്. വായിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ സംസാരിക്കരുത്. അത് നല്ല ശീലമല്ല. ഭക്ഷണം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ആവശ്യത്തിന് മാത്രം എടുക്കാവൂ, വേസ്റ്റ് ചെയ്യരുത്. അമ്മ, ഭക്ഷണം വളരെ നന്നായിരുന്നു. അതാണ് നല്ല കുട്ടി. ഭക്ഷണത്തിനെ കുറ്റം പറയരുത്. ഭക്ഷണം ഉണ്ടാക്കി തരുന്നവരെ ബഹുമാനിക്കണം. വീട്ടിൽ പഠിക്കുന്ന ചെറിയ മര്യാദകളാണ് നാളെ അവൻ നല്ല മനുഷ്യനാകാൻ സഹായിക്കുന്നത്. Forget to like and subscribe. രാഘവ, ദിവസവും ഈ സമയമല്ലേ പറഞ്ഞ്? ഒന്ന് വേഗം പോ, ലേറ്റ് ആയി. ഇത്ര സ്ലോ ആയി ഓടിച്ചാൽ ഞാൻ എല്ലായിടത്തും ലേറ്റ് ആവും. ട്രാഫിക് കൂടുതലാ മാഡം. നീ പറഞ്ഞ ചെയ്യാൻ പഠിക്ക്. മാഡം, മുന്നിലെ വഴി വെള്ളം കയറിയിട്ടുണ്ട്. വേറെ വഴിയിലൂടെ പോവാണോ? എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ പറഞ്ഞ വഴി തന്നെ. എന്താ ഇത്? എന്താ കാർ നിർത്തിയത്? ഭയപ്പെടണ്ട മാഡം. വെള്ളം കൂടിയത് കാരണം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഞാനൊന്ന് നോക്കട്ടെ. ദിയയുടെ തെറ്റ് അവൾക്ക് മനസ്സിലായി. രാഘവേട്ട, ഞാൻ നിങ്ങളെ ഒരിക്കലും ബഹുമാനിച്ചില്ല. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. ക്ഷമിക്കണം. രാഘവേട്ട, ഇന്നു മുതൽ ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടില്ല. ഇന്നലെ എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. അഹങ്കാരം നമുക്ക് നഷ്ടങ്ങൾ മാത്രമുണ്ടാവുകയുള്ളൂ. വിനയം അത് നമ്മളെ വിജയത്തിലേക്ക് നയിക്കും. Forget to like and subscribe. ഇന്നലെ വരെ അവൻ ഈ വീട്ടിലെ എല്ലാവരുടെയും എല്ലാമായിരുന്നു. ഇന്നെല്ലാം മാറിയ പോലെ അവന് തോന്നി. അമ്മയുടെ കണ്ണുകൾ അവനെ പലപ്പോഴും കാണാത്തെ പോലെ തോന്നി. അച്ഛന്റെ കൈകൾ ഇപ്പോൾ അവനെ ഉയർത്താതെയായി. അവന്റെ കുഞ്ഞു മനസ്സിൽ ഒരു ചോദ്യം മാത്രം. പഴയതുപോലെ ഇനി എന്നെ ആരും ശ്രദ്ധിക്കില്ലേ? ഇനി ഞാൻ ആർക്കും വേണ്ടാത്തവനാണോ? അവൻ എല്ലാവരോടും ദേഷ്യമായിരുന്നു. പക്ഷേ എന്തിനാണെന്ന് അവൻ അറിയില്ലായിരുന്നു. നീ എന്തിനാ വിഷമിക്കുന്നത്? എന്തു പറ്റി? അച്ഛനോട് പറ മോൻ. ഇവൻ നിന്റെ കുഞ്ഞനുജനാണ്. പക്ഷേ നീയാണ് എന്റെ ആദ്യത്തെ മകൻ. നിന്നോടുള്ള സ്നേഹം ഒരിക്കലും കുറയുകയില്ല. അന്ന് അവൻ മനസ്സിലാക്കി, ഇനി അവൻ ഒറ്റയ്ക്കല്ല. ഒരു വലിയ ചുമതലയാണ് അവനുള്ളത്. അനിയനെ നോക്കുന്നത് അവന്റെയും കൂടെ ഉത്തരവാദിത്തമാണ്. പുതിയ വാവ വന്നെന്ന് കരുതി അവനോടുള്ള സ്നേഹം ഒരിക്കലും കുറയുന്നില്ല എന്ന് മനസ്സിലാക്കി സന്തോഷത്തോടെ ജീവിച്ചു. Forget to like and subscribe.